അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറയുന്ന സാവിത്രിക്ക്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്ന ഏലിയാമ്മക്ക്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്ന ജോർജിന് അത് ശരിയല്ല എന്ന് നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറയാണ് ഖുർആൻ. നമ്മൾ ആരെങ്കിലും പറഞ്ഞു അല്ല, എന്താ പറയാത്തത്? എന്തോ ഒരു പ്രശ്നം നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ അറിയോ? ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആരാൻ്റെ മതത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് ആരും നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ കൂടെ പഠിച്ച ഹൈന്ദവ പെൺകുട്ടി നിങ്ങളുടെ ചെറിയ പെരുന്നാളിന് ക്ഷണിക്കപ്പെട്ടിട്ട് പർദ്ദട്ട് കൊണ്ട് വന്നിട്ടുണ്ടോ? ഒരു ഹിന്ദു പെൺകുട്ടി പർദ്ദട്ട് കൊണ്ട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് വരെ വന്നിട്ടുണ്ടോ? ഓണത്തിന്റെ കോടി നിങ്ങൾ ഇടാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഓണത്തിന്റെ കോടിയിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തോന്നിയപ്പോൾ പർദ്ദട്ട് കൊണ്ട് ചെറിയ പെരുന്നാളിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരൊറ്റ ഹിന്ദു പെണ്ണിന് തോന്നാത്ത എന്തുകൊണ്ടാ? അങ്ങനെ പർദ്ദടാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? പറ. ഉണ്ടോ? നിങ്ങളുടെ പെരുന്നാൾ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് പർദ്ദടാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരു വർഗീയവാദിയം തോന്നിയിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഓണക്കോടി ഇട്ടിട്ടില്ലെങ്കിൽ ഓൾക്ക് എന്താ തോന്നാൻ കാരണം? നിങ്ങൾ ഏണി വെച്ചു കൊടുത്ത്. കാരണം കഴിഞ്ഞ കൊല്ലങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇക്കൊല്ലങ്ങൾ ചെയ്തില്ലോ ചോദിക്കൂലേ? കഴിഞ്ഞ കൊല്ലം കുഞ്ഞാമിനായിട്ട് അതേ സാധനം കൊല്ലം കിട്ടൂലേ? റസൂലിന്റെ പ്രവചനം പുലരുക. റസൂലിന്റെ പ്രവചനം എന്താ? ശിബിറം ബിശിബിറിൽ നിങ്ങൾ അവരെ പിന്തുടരുന്നു, നിങ്ങൾ അവരെ കുരിശു വെക്കും, നിങ്ങൾ അവരെ കൂടുണ്ടാക്കും, നിങ്ങൾ അവരെ ഉണ്ണിയേശുവിനെ ഉണ്ടാക്കും, നിങ്ങൾ അതൊക്കെ കച്ചവടവൽക്കരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമിന്റെ ആഘോഷ ദിവസം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അതുകൊണ്ട് പർദ്ദ എന്ന് ഒക്കെ തോന്നിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓണക്കോടി വാങ്ങുന്നതും ഉടുക്കുന്നതും മുസ്ലിങ്ങളാണ്. മാത്രമല്ല ഓണം സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും 2 കൊല്ലത്തിലധികമായി മുസ്ലിങ്ങളാണ്. ഓണം മുസ്ലിങ്ങളുടെ ആഘോഷം. എന്നിട്ട് ഗണേശൻ 2 വീലർ വന്നിട്ട് ബഷീറിന്റെ വീടിന് മുന്നിൽ നിർത്തുകയാണ്. അപ്പോൾ മറ്റോ ചോദിച്ചു, അല്ല ഗണേശൻ അങ്ങനെ ആമിനന്റെ ഓണത്തിൽ കൂടെ വന്നാൽ ഞാൻ ആമിനാന്റെ വീട്ടിലെ ഓണത്തിന് ആമിന ഓണത്തിന്റെ ചോറുക്കണ് ആമിനെ ഓണക്കൂടി ആമിനാന്റെ വീട് കണ്ട ഓണത്തിന്റെ എല്ലാം ഹിന്ദുവിന്റെ വീട്ടിൽ അതില്ല. കാരണം ഓരോട് പറയുന്നത് നിങ്ങൾ ചിലവാക്കട്ടെ, ഞങ്ങൾ ചിലവാക്കും, ഞങ്ങൾ ഓണത്തിലേക്ക് നിങ്ങൾ വന്നു. അപ്പം അങ്ങനല്ലേ? അല്ല നിങ്ങൾ പറ, അല്ല നീ പ്രസംഗമായിട്ട് നിങ്ങൾ ഇന്ന് വന്ന് കാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു, അവർ പറഞ്ഞിട്ടല്ല, അവർ ആഗ്രഹിച്ചിട്ടില്ല, അവരാരും നിങ്ങൾ കൊണ്ട് ഓണക്കോടി ഇടിക്കില്ല. അതിന് മാത്രമല്ല വിവരക്കേട് ഒരു ഹിന്ദുവില്ല, നമ്മളെക്കാൾ വിവരമുള്ളവരാണ്. പക്ഷേ മുത്തു നബി പറഞ്ഞ പ്രവചനം അവിടെ പുലരുക. എന്താ പുലരുന്നത്? നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സത്യമായിരുന്നു എന്ന്, നരകവും സ്വർഗ്ഗവും ഉണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ഗതികേട് വരും, പേടിക്കേണ്ടത്. നോമ്പ് തുടങ്ങും നമുക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ. ആ നോമ്പ് തുടങ്ങുന്ന അത്തായം കഴിക്കാൻ നമ്മൾ തൊട്ടടുത്ത് ഗണേശന്റെ വീട്ടിൽ പോയിട്ട് ഇന്ന് ഞങ്ങൾ നോമ്പാണ്, അത്തായങ്ങളും കഴിക്കണം, നിങ്ങൾ ഞങ്ങൾ അയൽവാസിയാണ്, ഇന്ന് മുതൽ നിങ്ങൾ നോമ്പ് തുടങ്ങണം എന്ന് നമ്മൾ പറയോ? ഇല്ല. ഇന്ന് വരെ പറയോ? ഇല്ല. നമ്മൾ നോമ്പൊക്കെ നോക്കി പുറത്തിങ്ങനെ വന്നിട്ടുണ്ട്, ഗണേശൻ എങ്ങനെ പിട്ട് തിന്നത് വല്ലാത്തൊരു നമുക്ക് ഞങ്ങൾ നോമ്പായിട്ട് മുമ്പ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ല നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതേ സംഗതി ഗണേശൻ ഉണ്ടായാൽ മതി. നിങ്ങൾ ഓണത്തിന് ഞങ്ങൾ കൂടണം, നിങ്ങൾ നിർബന്ധിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് വെച്ച് കുഴപ്പമാണ്, ഞങ്ങൾക്ക് വെച്ച് കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കൽ കൂടിയില്ലേ തീവ്രവാദിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി തോന്നില്ലല്ലോ, അതുകൊണ്ട് ഉപദ്രവിക്കരുത്, ഈ ഉമ്മത്തിന് ഉപദ്രവിക്കരുത്. ഈ ഉമ്മത്ത് ഇപ്പം വിചാരിക്കുന്നറിയോ ഇതിലൊക്കെ കൂടി കൊടുത്താലേ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് പറയട്ടെ, നിങ്ങൾ മണിമല ക്ഷേത്രം ഒന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. അവിടെ ഇത്ര ഉയരത്തിലൊരു നിലവിളക്കുണ്ടായിരുന്നു. ആ സ്റ്റേജിൽ, ഞാനിരിക്കുന്ന സ്റ്റേജിൽ ഇത്ര ഉയരത്തിലൊരു നിലവിളക്ക്, അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാ അതിഥികൾക്കും വേണ്ടി ഈ നിലവിളക്കിൽ ഓരോ തിരി വെച്ചിട്ടുണ്ട്. ഓരോ തിരി നിലവിളക്കിൽ ഓരോരുത്തർ കൊടുത്തണം ആ നിലവിളക്ക്. അതിന് മുജാഹിദ് ബാലുശ്ശേരിക്ക് ഒരു തിരി. എല്ലാവരും എണീറ്റുന്ന്, ഞാൻ മാത്രം അവിടെ ഇരുന്ന്. മൊയിലേർ എണീക്കാൻ നോക്കുമ്പോൾ ഞാൻ ജുബക്കുപ്പ ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പോൾ മുപ്പർ ഇങ്ങനെ ഇയാൾ എന്നോട് പോകുമ്പോൾ പറയാണ്, പഴച്ചോ കാത്ത് നിങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ ശിർക്ക് ചെയ്തില്ല, ഞാൻ രക്ഷപ്പെട്ട്. കാരണം ഈ നിലവിളക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഞാൻ പ്രസംഗിച്ചു. അവിടെ ഒറ്റ സന്യാസി ഒരൊറ്റ ഹിന്ദുവും എന്നെ പുറത്തു. ഇന്നും ആ മണിമല ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ എന്നെ വിളിക്കും, അധിക ദിവസം എന്നെ വിളിക്കും, അന്നും ഇന്നും ഒരേപോലെ. എന്താ പ്രശ്നം? ഒരിക്കൽ മനസ്സിലാക്കി കൊടുത്തു, ഞങ്ങൾക്ക് ഇത് പാടില്ല.